അപ്പോൾ ഇതിപ്പോൾ അൻവറിനെതിരെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം അൻവർ ഈ സ്വർണ്ണക്കടത്തിനെതിരെയും അതുപോലെ തന്നെ ഈ സ്വർണം കസ്റ്റംസുമായി ചേർന്ന് പോലീസ് പൊട്ടിച്ച് അവരതിൻ്റെ പങ്ക് പറ്റുന്നു എന്ന ആരോപണം ഉന്നയിച്ചപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അൻവറിനെ സ്വർണ്ണക്കടത്തുകാരനായി കള്ളക്കടത്തുകാരനായി ചിത്രീകരിച്ചതുപോലെ തന്നെ ഇപ്പോൾ സമുദായത്തെ മുഴുവൻ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിൽ ജലീൽ പ്രസ്താവനയുമായി രംഗത്ത് വന്നപ്പോൾ ഇനി ലീഗുകാർ മുഴുവനും സ്വർണം കടത്തുന്നവരാണ് എന്ന് പറയും. ജലീലും ഭരണകക്ഷിയല്ലേ? അങ്ങനെ ഏതെങ്കിലും ലീഗുകാർക്ക് സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടെങ്കിൽ അവരൊക്കെ പിടിച്ച് ജയിലിലിടണം. ആരാണ് അതിനെതിരുമായി രംഗത്ത് വന്നത്? ഏതെങ്കിലും ലീഗ് നേതാക്കന്മാർ ഇന്നുവരെ ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരെ സംരക്ഷിക്കാൻ വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ടോ? അത് സംരക്ഷിച്ചവരൊക്കെ ജലീലിൻ്റെ കൂടെ ഉള്ളവരാണ്. അതൊക്കെ നേരത്തെ പുറത്തു വന്ന കാര്യങ്ങളുമാണ്. സ്വർണ്ണക്കടത്തിൽ ജയിലിനകത്ത് പോയ ആളുകളെ വിട്ടയക്കണമെന്ന് വരെ കത്ത് കൊടുത്ത ഇടതുപക്ഷ MLA-മാരുണ്ട്. ആ വാർത്തകൾ നേരത്തെ നിങ്ങൾ കൊടുത്തവരാണ്. നിങ്ങൾ ആർക്കൈവ്സ് പരിശോധിച്ചാൽ മതി. അപ്പം അത് സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കുമ്പോൾ ജലീലിന് മനസ്സിലാവും ആരൊക്കെയാണ് ഈ സ്വർണ്ണക്കടത്തുകാർക്ക് സംരക്ഷണം കൊടുത്തതെന്നുള്ളത്. ഇവിടെ വിഷയം അതൊന്നും അല്ലല്ലോ. എന്തിനാണ് സമുദായ നേതൃത്വത്തെ ഇങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് വലിച്ചിഴക്കുന്നത്? എനിക്കറിയില്ല. അത് പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടതാണ്. ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ അത് മുനീർ സാഹിബിൻ്റെ അറിവില്ലാതെയാണെങ്കിൽ അത് പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ ഒരാളെയും സംരക്ഷിക്കുന്ന ഒരു നിലപാടും പാർട്ടി സ്വീകരിക്കില്ല. തീർച്ചയായിട്ടും RSSൻ്റെ അതേ വാദം RSS പോലും കേരളത്തിൽ ഉന്നയിച്ച് പരാജയപ്പെട്ടൊരു വാദം ഇപ്പോൾ രണ്ടാമത് CPM-ലൂടെ ശ്രീ പിണറായി വിജയനിലൂടെ ഇപ്പോൾ ജലീലെത്തി നിൽക്കുകയാണ്. അതുവഴി ധ്രുവീകരണം ഉണ്ടാക്കാൻ നേരത്തെ ബീഫ് ഫെസ്റ്റിവൽ നടത്തി പൗരത്വ നിയമം പറഞ്ഞ് മറ്റൊരു നിലക്കുള്ള ധ്രുവീകരണം ഉണ്ടാക്കാൻ നോക്കി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിന് തിരിച്ചടി ഉണ്ടായി എന്ന CPM-ൻ്റെ വിലയിരുത്തലിനെ തുടർന്ന് ഇനി വേറൊരു കാർഡ്, തരാതരം പോലെ കാർഡ് മാറ്റുക. 7 സുന്ദരരാത്രികൾ എന്ന നാടകത്തിലെ പാഷാണം വർക്കിയുടെ അതേ മനോനിലയിൽ CPM ഇപ്പോൾ പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കാർഡുമായിട്ട് ഇറങ്ങിയത്. ഇതിനെല്ലാം കേരളം പരാജയപ്പെടുന്ന ഒരു സംശയം വേണ്ട. ഏത് കാർഡ് ഇറക്കിയാലും പരാജയപ്പെടുന്ന ഒരു കക്ഷിയായി കേരളത്തിലെ CPM മാറും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അല്ലെങ്കിൽ ജലീൽ പറയട്ടെ. ജലീലിന് എന്ത് ഓഫറാണ് കിട്ടിയതെന്നുള്ള ജലീലിനാണ് പറയേണ്ടത്. PV അൻവർ രംഗത്ത് വന്നപ്പോൾ PV അൻവറിന് സപ്പോർട്ട് ചെയ്ത് മലപ്പുറത്തെ ഇപ്പോൾ സ്ഥലം മാറ്റപ്പെട്ട SP-യും നേരത്തെ ഉണ്ടായിരുന്ന SP സുജിത് ദാസുമൊക്കെ സമുദായം നോക്കി മതം നോക്കി കേസിൽ പെടുത്തുന്നു എന്ന ആക്ഷേപം അൻവർ ഉന്നയിച്ചപ്പോൾ അത് അതേപടി ഫേസ്ബുക്കിലൂടെ ആവർത്തിച്ച ശ്രീ KT ജലീൽ ആ സുജിത് ദാസ് ഉണ്ടാക്കിയ കേസിൻ്റെ പേരിൽ, ആ പോലീസ് ഉണ്ടാക്കിയ കേസിൻ്റെ പേരിൽ ഇപ്പോൾ മതനേതാക്കന്മാർ ഫത്വ പുറപ്പെടുവിക്കണം എന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? കാളിമാർ ഇടപെടണം എന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? അപ്പോൾ ഈ മാറ്റത്തിൽ ജലീലിന് എന്താണ് ലാഭം എന്നുള്ളത് ജലീലാണ് പറയേണ്ടത്. ഒക്ടോബർ 2-ാം തീയതി വാർത്താ സമ്മേളനം നടത്തും, പ്രഖ്യാപിക്കുന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അതുവരെ ആപ്പ് തുടങ്ങി സർക്കാരിനെതിരെ, വാട്സപ്പ് നമ്പർ തുടങ്ങി. ഇപ്പോൾ ആപ്പ് എവിടെ പോയി? വാട്സപ്പ് നമ്പർ എവിടെ പോയി? അപ്പോൾ എന്നിട്ട് സമുദായത്തിന് ആപ്പ് പോയിട്ട് വരികയാണോ? അതിന് തുടർച്ചയായിട്ടാണ് കാണുക. കാരണം ഇപ്പോൾ ഞങ്ങൾ പരാതി കൊടുത്തു DGP-ക്ക്. സാധാരണ DGP-ക്ക് ഒരു പരാതി ആര് കൊടുത്താലും 24 മണിക്കൂറിനുള്ളിൽ അക്നോളജ്മെൻറ്റ് കിട്ടും. ആ പരാതി ആൾക്ക് കൈമാറിയെന്ന് പറഞ്ഞ അക്നോളജ്മെൻറ്റ് കിട്ടും. ഇന്ന് വരെ ഞങ്ങൾ കൊടുത്ത പരാതിയിൽ ഒരു തുടർ നടപടി ഉണ്ടായില്ല. യൂത്ത് കോൺഗ്രസ് കൊടുത്ത പരാതിയിലും തുടർ നടപടി ഉണ്ടായില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മുഖ്യമന്ത്രിക്ക് അറിവില്ലാതെയാണ് മലപ്പുറം ജില്ലയെ അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഹിന്ദുവിൽ വന്നതെങ്കിൽ ഈ ആങ്കറിങ് നടത്തുന്ന ആൾക്കാരൊക്കെ ചീത്ത പറയും. നല്ല പ്രസംഗം എന്ന് പറഞ്ഞാൽ അതിന് വരെ ചീത്ത പറയും മുഖ്യമന്ത്രി. അങ്ങനെയുള്ളൊരു മുഖ്യമന്ത്രി ഇത്രയും വലിയ മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം മുഖ്യമന്ത്രി പറയുന്നൊരു കാര്യം ഹിന്ദു പത്രത്തിൽ അച്ചടിച്ച് വന്നിട്ട് ഇതുവരെ ഹിന്ദുവിനെതിരെ അന്വേഷണമില്ല, കേസെന്ന് പറയുന്ന PR ഏജൻസിക്കെതിരെ അന്വേഷണമില്ല. എന്താ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ അതാ ജലീൽ അതേ വാദം വേറൊരു തരത്തിൽ അവതരിപ്പിക്കുന്നു. ഇത് തുടർച്ചയാണെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തുടർച്ച അല്ല എങ്കിൽ ശക്തമായ നിലപാട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്വീകരിക്കണ്ടേ? CPM സ്വീകരിക്കണ്ടേ? ജലീലിൻ്റെ പ്രസ്താവന CPM-ൻ്റെ നിലപാടല്ല എന്ന് CPM പറയണ്ടേ? കൃത്യമായ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അല്ല, അതിന് ആശങ്ക PV അൻവറിനും ഇടതുപക്ഷത്തിനൊക്കെയാണ് വേണ്ടത്. ഞങ്ങൾക്ക് യാതൊരു ആശങ്കയില്ല. കാരണം PV അൻവർ ഉന്നയിക്കുന്ന വിഷയങ്ങളൊക്കെ
UDF-ന് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉന്നയിച്ച വിഷയമായതുകൊണ്ട് തന്നെ ജനവികാരം UDF-ന് അനുകൂലമായി വരും. കാരണം പ്രതിപക്ഷം പറഞ്ഞത് ഭരണപക്ഷത്തു നിന്നുള്ള ആളുകൾ കൂടി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നാണ് ആളുകൾ വിലയിരുത്തുന്നത്. അപ്പോൾ ആ നിലക്ക് ഞങ്ങൾ അതിനൊക്കെ സന്തോഷത്തോടെ നോക്കിക്കാണാണ്. ഇപ്പോഴത്തെ ഈ മാറ്റങ്ങളൊക്കെ സന്തോഷത്തോടെ നോക്കിക്കാണാണ്. ഭാവിയിൽ വരും കൂടുതൽ ആളുകൾ രംഗത്ത് വരട്ടെ ഈ ഭരണപക്ഷത്തിന് നെറുകേടുകൾക്കെതിരെ, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അല്ല, ഭരണപക്ഷ MLA-മാരും പ്രതിപക്ഷ MLA-മാരും പ്രതിപക്ഷ നേതാവും ഒക്കെ ശക്തമായി പറയുന്നുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് കുറച്ചുകൂടി ശക്തി തോന്നുന്ന ഭരണപക്ഷത്തുള്ള ഒരാൾ പറയുമ്പോഴാണ് ഇത് സ്വാഭാവികമാണ്. ആ ഒരു ശക്തി അൻവറിന് കിട്ടുന്നുണ്ട്, നല്ലത്. കാരണം ഞങ്ങൾ പറയുന്ന വിഷയങ്ങൾ ആര് പറഞ്ഞിട്ടാണെങ്കിലും കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെടണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ആഗ്രഹമുള്ളത്. ഭരണപക്ഷത്തിൻ്റെ പോരായ്മകൾ ആരുടെ നാവിലൂടെയാണെങ്കിലും കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്യട്ടെ. അങ്ങനെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഇതൊക്കെ പ്രതിപക്ഷം പറഞ്ഞതായിരുന്നു എന്ന് ഒരു വിലയിരുത്തലിലേക്ക് ജനം അവസാനം എത്തും. അതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്.